ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാത്തിനെയും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തേക്കുവാണ് ലാലേട്ടൻ. ഇപ്പോൾ ഒരു പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടൻ പി ആറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അനുമോളെ കാര്യമാണ് ആദ്യം പറയുന്നത്. അപ്പം ബിന്നി എടുത്ത് പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം അനുമോളെ അടുത്ത് ചോദിക്കുവാണ് എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട് പൈസയൊന്നും കൊടുത്തിട്ടില്ല ലാലേട്ട, പക്ഷെ പി ആർ ഉണ്ട്. അനുമോള് സമ്മതിച്ച്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ഈ അനുവിന് പി ആർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അനു പി ആർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൈസയും കാര്യങ്ങളൊന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. അത് ബിന്നിയാണ് പറഞ്ഞത്. 16 ലക്ഷം രൂപ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി അവിടെ അടിച്ചിറക്കി വിട്ടൊരു ഒരു ഒരു നമ്പർ 1 ഒരു പുളുവായിരുന്നു അത്. പക്ഷെ ഇപ്പം ലാലേട്ടൻ അതും കൂടെ ഒന്ന് ചോദിക്കണം ബിന്നി എടുത്ത്. കാരണം അല്ലെങ്കിൽ അത് ഫെയർ അല്ല. കാരണം അത്രയും വലിയൊരു നട്ടാക്കുറുക്കാത്ത നുണ അവളോട്ട് അടിച്ചിറക്കി വിട്ട് വെളിയിലും ഇതൊരു വലിയൊരു വിഷയമാക്കി തരംഗമാക്കിയത് ബിന്നിയാണ് അല്ലേ. അതും 5-10 ലക്ഷം രൂപയാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, ഒരു 16 ലക്ഷം രൂപ. എന്തോന്നാടെ ഇതൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ട ഒരു നാണോമാനമൊക്കെ. അപ്പൊ ഈ ബിന്നി 16 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു, അതും കൂടെ ഒന്ന് കാണിക്കണം. അതൊന്ന് കാണിക്കണം, സത്യം പറഞ്ഞാൽ അത് കാണിക്കണം. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ബിഗ് ബോസ് ടീമും ലാലേട്ടനും കൂടെ ഒന്ന് പറയണം. നട്ടാക്കൂറി കാത്ത നുണയാണ് ബിന്നി പറഞ്ഞതെന്ന്. കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ല, ലൈവിനകത്ത് ആരും കണ്ടിട്ടില്ല അങ്ങനത്തെ സംഭവം. എന്തായാലും അതും കൂടെ ഒന്ന് ബിന്നിയുടെ ആ ഒരു കള്ളത്തരം കൂടെ ഒന്ന് പൊളിച്ചടുക്കി കാണിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം ഇവിടെ അനുമോൾ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പി ആറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ ആൾക്കാരെ റിയാക്ഷൻ ഒന്ന് കാണുമായിരുന്നു. ഷാനവാസ്, അക്ബർ, ഈ പറയുന്ന ആദില, നൂറ എന്ന് വേണ്ട മറ്റുള്ള സാബുമാൻ, ഇവരെയൊക്കെ ഒന്ന് റിയാക്ഷൻ ഒന്ന് കാണാം. നെവിൻ, പി ആറോ, അനുമോക്ക് പി ആറോ, ഞങ്ങൾക്കാർക്കും പി ആർ ഇല്ല, ഞങ്ങൾക്കാർക്കും പി ആർ ഇല്ല. ഇപ്പം ലാലേട്ടൻ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ആ പ്രൊമോയിൽ എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് നല്ല തത്ത പറയുന്ന പോലെ എല്ലാണോ പി ആർ ഉണ്ട് ലാലേട്ട ചെറിയ തോതിൽ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അക്ബറിന് പി ആർ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് ലാലേട്ട ചെറിയൊരു തോതിൽ. ഇപ്പം ഈ പി ആറിനെ പറ്റിയിട്ട് ഭയങ്കര ചർച്ച നടത്തിയ, ഭയങ്കര വിഷയമാക്കിയ കുറെ ആൾക്കാരുണ്ട്. കേട്ടല്ലോ, എല്ലാ ആൾക്കാർക്കും പി ആർ ഉണ്ട്. ഈ ഒരു പി ആറിന്റെ പേരും പറഞ്ഞാണ് അനീഷിനെ കുറെ ആൾക്കാർ പഞ്ഞിക്കിട്ട് നെഗറ്റീവാക്കി ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞത്. അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം ഇവിടെ അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അക്ബർ പറയുന്നുണ്ട് ചെറിയ തോതിൽ എനിക്കൊരു പി ആർ ഉണ്ട് ലാലേട്ടാന്ന് പറയുന്നുണ്ട്. ഈ അക്ബർ അല്ലേ ഷാനവാസുമായിട്ടിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്, പി ആറോ, ഇവിടെ പി ആർ ഒക്കെ കൊടുത്തിട്ട് വരേണ്ട കാര്യം എന്താണ്, എന്ത് തേങ്ങയാണ് ഇവിടെ പി ആർ ഒക്കെ കൊടുത്തതെന്ന് ഷാനവാസും അക്ബറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടയാണല്ലോ ലൈവിനകത്ത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ആരിനോട് ചോദിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. ആര്യൻ, പി ആർ ഒക്കെ എങ്ങനെ പോകുന്നു, പണിയെടുക്കുന്നുണ്ടോ പുറത്തുനിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് ലാലേട്ടാ. അപ്പം എല്ലാത്തിനും പി ആർ ഉണ്ടെന്ന് വായിന്ന് തന്നെ വീണ്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാത്തിനും കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റി. ഈ അനുവിന് പി ആർ ഉണ്ട്, അനീഷിന് പി ആർ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ കടന്ന് എന്തുവാടെ, എന്തൊക്കെ ഷോഫാണ് കാണിച്ചു കൂട്ടിയത് ഓരോന്നും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ എല്ലാത്തിനും പി ആർ ഉണ്ടെന്ന് തെളിഞ്ഞല്ലോ. ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കും, ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. ഈ പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. ജനങ്ങൾ വിചാരിക്കണം, ജെന്യൂനായിട്ടുള്ള ജനങ്ങൾ വിചാരിക്കണം. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെയും ഇവിടെയും കിടന്ന് പണിയെടുത്ത്, ഗൾഫിൽ അവിടെ ഇവിടെയും കിടന്ന് പണിയെടുത്ത് ഈ ഷോ കാണുന്ന, സമയം ചെലവാക്കി ഈ ഷോ കണ്ട് വോട്ട് ചെയ്യുന്ന കുറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അവര് വിചാരിക്കണം ആര് കപ്പടിക്കണമെന്ന്, അല്ലാതെ പി ആർ അല്ല വിചാരിക്കേണ്ടത്. എല്ലാവർക്കും പി ആർ ഉണ്ട്. ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. പി ആർ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാ പിന്നെ എല്ലാവർക്കും പൈസ കൊടുത്തങ്ങോട്ട് കപ്പടിച്ചാൽ മതി. ലാലേട്ടനെ തല്ലി പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി 2-3 വീഡിയോയിൽ ഞാനും പറഞ്ഞു കഴിഞ്ഞാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ പിന്നെ പി ആർ ആൾക്കാർ വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഒരു 20 ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് കപ്പടിപ്പിച്ചാൽ പോരെ, വോട്ട് ചെയ്യിപ്പിച്ചാൽ പോരെ, ഇവര് അവിടെ കളിക്കണ്ടല്ലോ, അവിടെ ഉറങ്ങിയാൽ പോരെ. എന്തുവാടെ ഇതൊക്കെ. അപ്പം ഇവിടെ പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കാര്യം. പിന്നെ അവിടെ പോകുന്ന കണ്ടസ്റ്റൻസിനെല്ലാം പി ആർ ഉണ്ട്, എല്ലാ ആൾക്കാർക്കും പി ആർ ഉണ്ട്. ഇവിടെ ആദില നൂറയുടെ ഒരു സ്റ്റോറി ഞാൻ കാണുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് ഞങ്ങൾക്കും പി ആർ ഇല്ല. അത് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, നാവിൻ തുമ്പത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരിയുടെ പേര്. ജാസ്മിൻ്റെ കൂടെ ഗസ്റ്റായിട്ട് പോയ സമയത്ത് ഇത് പേരും വായി വരുന്നില്ല. എന്തായാലും ആ പുള്ളിക്കാരി പേര് വായി വരുന്നില്ല കേട്ടോ. എനിക്കറിയാം, പക്ഷെ പേര് പെട്ടെന്ന് വായി വരുന്നില്ല. ഒന്ന് കമന്റ് ഇട്ടേരെ.
പുല്ല്. അപ്പം ആ പുള്ളിക്കാരിയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദില നൂറയ്ക്ക് പി ആർ ഇല്ലെന്നാണ് പറയുന്നത്. എടേ, അതിനാണ് പി ആർ എന്ന് പറയുന്നത്. അവരെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ ആരാണോ സ്റ്റോറി കൊണ്ട് അങ്ങോട്ട് ഇടുന്നത്, ആരാണോ പോസ്റ്റ് ഇടുന്നത്, ആരാണോ റീൽസ് ഇടുന്നത്, ആരാണോ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെയാണ് പി ആർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു 10 ലക്ഷവും കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ലക്ഷം കൊടുത്തിട്ട് പണിയെടുക്കാൻ പറയുന്ന ആൾക്കാരല്ല പി ആർ. എല്ലാ ആൾക്കാർക്കും പി ആർ ഉണ്ട്. അത് അവരവരെ ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് പി ആർ. അത് അനുമോളിൽ വ്യക്തമായിട്ട് അന്ന് അവിടെ പറഞ്ഞതാണ്. അത് നൂറെടുത്തും എനിക്ക് പി ആർ ഉണ്ട് എനിക്ക്, പക്ഷെ പുള്ളിക്കാരി ഒരിടത്ത് എമൗണ്ട് പറഞ്ഞിട്ടില്ല. അത് ബിന്നി അടിച്ചിറക്കി ഒരു നട്ട കുറുക്കാത്ത നുണയാണ്. അനു പറഞ്ഞ എന്താണ്, എനിക്ക് പി ആർ ഉണ്ട്, എൻ്റെ റീൽസും അല്ലെ എൻ്റെ വീഡിയോസും കാര്യങ്ങളും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പുള്ളിക്കാരി അവിടെ പറഞ്ഞു. പക്ഷേ അനീഷിന്റെ കാര്യവും, അനീഷും ക്യാമറ നോക്കിയിട്ട് ഇതുപോലെ ആദില പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, സത്യം പറഞ്ഞാൽ അതൊക്കെ ചോദിക്കണം. വയലും വസ്തുവും ഇതൊക്കെ വീടും എല്ലാം കൂടെ പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റഴിച്ചിട്ട് പി ആറിന് കൊടുത്തിട്ടാണ് ഇവിടെ വന്നതെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അതും ചോദിക്കണം ലാലേട്ടൻ. ആദിലെടുത്ത് അതും ചോദിക്കണം. അപ്പൊ തെളിവുണ്ടോന്ന് ചോദിക്കണം. ഇതിനൊക്കെ വിൽക്കുന്നത് നിങ്ങൾ കണ്ടോന്ന് ചോദിക്കണം. നിങ്ങൾ അത് ഒപ്പിട്ട് കൊടുത്തേന്ന് ചോദിക്കണം. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിടിച്ച് ഈ ഷാനവാസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, അനീഷിന് പി ആർ ഇല്ല. ഉണ്ടെങ്കിൽ അനീഷ് ആ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ പറയത്തില്ല. പിന്നെ അവിടെ പോകുന്ന എല്ലാ ആൾക്കാരും ഗെയിം കളിക്കാനാണ് പോകുന്നത്. ഇപ്പം പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു എമൗണ്ട് കൊടുത്ത് ഏർപ്പിച്ച ആൾക്കാർ കാണത്തില്ല. പക്ഷേ വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കാനും ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ നോക്കാനും. പക്ഷെ അനീഷിന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഒന്നും ആക്റ്റീവ് അല്ലടേ. പിന്നെ അനീഷിന്റെ ബ്രദറാണെന്ന് തോന്നുന്നു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന തോന്നുന്നു. പിന്നെ ഒരു ഫാൻ പേജ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഏകദേശം 18,000 ഫോളോവേഴ്സുള്ള ഒരു ഫാൻ പേജും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ബ്രദർ ആയിരിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പി ആറേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്ക് പറഞ്ഞിട്ടുള്ള വമ്പമായിട്ടുള്ളൊരു തുക കൊടുത്തിട്ട് പോയി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പി ആറും ഇല്ല. ഇവിടെ അനീഷിന്റെ കാര്യം പറയുവാണെങ്കിൽ അനീഷ് പറഞ്ഞതിനോട്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഈ ഗെയിം കണ്ട് വിലയിരുത്തുന്ന ഒരാളാണ്. അല്ലാതെ വേറൊരു കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് മറ്റൊരു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പണിയൊന്നും എനിക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് പറയും, നീ അനുവിന്റെ പി ആർ അല്ലയോടാ, നീ അനീഷിന്റെ പി ആർ അല്ലയോടെ, തേങ്ങ കൊലയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവിടെ നിങ്ങളെപ്പോലെ തന്നെ ഗെയിം കാണുന്നു, ഷോ കാണുന്നു, വിലയിരുത്തുന്നു, എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് നല്ലത് ഇന്നിപ്പോൾ ആരാണ് അവിടെ നല്ലപോലെ പെർഫോം ചെയ്യുന്നത് അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നാളെ ഇപ്പോൾ ആരാണോ പറയുന്നത് അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ അനീഷിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഡീഗ്രേഡ് ചെയ്ത് പുള്ളിയെ ഈ പി ആറിന്റെ വിഷയത്തിൽ കൊണ്ട് പുള്ളിയെ വലിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അനീഷിന് അങ്ങനെ പി ആർ ഉള്ളതായിട്ട്. വമ്പം പൈസ കൊടുത്ത് ഇറക്കിയേക്കുന്ന വമ്പം പി ആർ ടീംസുകൾ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി അവിടെ പോയി ഇപ്പം ഞാൻ പറയുന്നില്ല പുള്ളി അവിടെ ജെനുവിനായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണോ ഫേക്കായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു ഗെയിം ഷോ ആണ്. എൻഡ് ഓഫ് ദ ഡേ അവിടെ കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും അവിടെ കയറിപ്പോയേക്കുന്നത്. അല്ലാതെ അവിടെ ചെന്നിട്ട് നന്മപരം കളിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ടൊന്ന് ഷോക്കേസിൽ വെക്കാനല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാൻസ് ഉണ്ട്. അവിടെ പോകുന്ന ആർക്ക് വേണോ റിയൽ ആയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി, അവിടെ ആരാണോ ഗെയിം കളിക്കുന്നത്, ആരാണോ ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്, അയാളെയാണ്, ക്വാളിറ്റി ഉള്ള മനുഷ്യൻ ആരാണോ അയാളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ അവൻ ഫേക്കാണ്, അവൻ മറ്റേതാണ്, അവൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണ് മലന്ന് വീണ് കുനിഞ്ഞു വീണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതൊരു ഗെയിം ഷോ ആണ്. എൻഡ് ഓഫ് ദ ഡേ കപ്പടിക്കുക, അതാണ് ലക്ഷ്യം. അപ്പൊ അവിടെ ഗെയിം കളിക്കാനാണ് പോകുന്നത്. അല്ലാതെ നന്മപരത്തിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാനോ അവിടെ ഇരുന്നിട്ട് ഉറങ്ങാനോ വേണ്ടിയിട്ടല്ല. ഈ പറഞ്ഞിട്ടുള്ള ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവിടെ ഓരോ ആൾക്കാരും കളിക്കേണ്ടത്. ക്യാമറ സ്പേസ് കിട്ടിയാൽ മാത്രമല്ലേ അവരെ ജനങ്ങൾ കാണത്തുള്ളൂ. അല്ലാതെ അവിടെ ഇപ്പൊ രേണുസുതി അവിടെ പോയി എന്താണ് കാണിച്ചത്? നമ്മൾ ആരെങ്കിലും രേണുസുതിയെ കണ്ടോ? ഇല്ല. അതും കൂടെ ചിന്തിക്കണം. അപ്പം ക്യാമറ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ സ്പേസ് കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അവിടെ ക്യാമറ സ്പേസ് കാണിച്ചാൽ മാത്രമേ വല്ലതൊക്കെ വെളിയിലോട്ട് വരത്തുള്ളൂ. അല്ലെ അവിടെ ആ ഒരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർ കാണത്തില്ല. അതും കൂടെ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അപ്പം കുറെ ആൾക്കാർ പറയും അത് ബിഗ് ബോസ് വിചാരിക്കുവാണെങ്കിൽ അവര് കണ്ടന്റും കാര്യങ്ങളൊക്കെ വെളിയിൽ വരും.
എത്രയെന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാനാണ്, എത്രയെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാനാണ്. അപ്പം ഒരു 10 വട്ടം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് പെർഫോം ചെയ്താലേ അതിലെ 2 സീനെങ്കിലും വിളിച്ചോട്ട് വരൂ. അപ്പൊ അതും കൂടെ ഒന്ന് ചിന്തിക്കണം. ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ കോമണർ എന്നുള്ളൊരു വാക്കിനെ പറ്റിയിട്ടൊന്നും ലാലേട്ടനോ ബിഗ് ബോസോ അവിടെ ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം അനീഷ് കോമണർ എന്നൊരു ടാഗിൽ തന്നെയാണ് കയറി പോയിട്ടുള്ളത്. അപ്പൊ പല ആൾക്കാരും പറയുന്ന കേൾക്കുന്നുണ്ട്, കമന്റിലൂടെ ഇടുന്നൊക്കെ കാണുന്നുണ്ട്, സാബ് പോയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അനീഷ് കോമണർ അല്ല. എടേ കോമണർ അല്ലെങ്കിൽ പിന്നെ അല്ലാതെ നോർമലി അങ്ങ് കയറ്റിയാൽ പോരെ. ആ ഒരു ടാഗിലേയും കൊടുത്തിട്ട് പുള്ളിയെ അത്രയും ഇത് സെറ്റപ്പ് കൊടുത്തിട്ട് ഇറക്കി വിടണോ? കോമണറാണ് ജനങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തതാണ്, മൈജി സെലക്ട് ചെയ്തതാണ്, മണ്ണാങ്കട്ട സെലക്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് തന്നെ ഇറക്കി വിട്ടാൽ പോരെ. അപ്പം സത്യം പറഞ്ഞ ഒരു കോമണറായിട്ട് പോയ ഒരാൾ ഇത്രയും പിന്തുണ നേടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത് കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെയാണ് ഞാൻ സത്യം പറയട്ടെ. നമ്മൾ അവിടെ നല്ല രീതിയിൽ നമ്മൾ എന്താണ് ഇവിടെ ഇനി ആര് കപ്പടിച്ചാലും നമുക്കൊന്നും ഒരു പുല്ലുമില്ല. കാരണം കപ്പടിക്കുന്നവർക്കാണ് അതിന്റെ നേട്ടം ആണല്ലോ. അവിടുന്ന് ഇപ്പൊ ഈ പോയി കിടക്കുന്നവരെല്ലാം നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് വല്ല സപ്പോർട്ട് ചെയ്യേണ്ടോ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇവര് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ കുറച്ച് പൈസയിൽ നിന്ന് വല്ലതും നമുക്ക് തരുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യം എന്താണ്? നമ്മൾ ആരാണോ എന്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ അവിടുത്തെ ഗെയിം കളിച്ച് ഈ ഒരു പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വെച്ച് ഗെയിം കളിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആരാണോ അവരെ LED സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കാരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ഈ ഒരു സീസൺ 7-നകത്ത് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വായി എന്നുള്ള മോശം വാക്കുകളും അതുപോലെ തെരുവിളിയും കാര്യങ്ങളൊന്നും വീഴാത്ത വ്യക്തികൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല, അനുമോളെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല, അനീഷിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിന്റെ വായിന്ന് എനിക്കൊന്ന് ലക്ഷ്മിയുടെ വായിന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും ലക്ഷ്മി ഇതുപോലെ മോശവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയും ആൾക്കാർ അവിടെ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ആണ്. കാരണം ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട്, എൻ്റെ ഫാമിലി കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയോടുകൂടി കളിക്കുന്ന ആൾക്കാരാണ്. അവരിനി ഫേക്കാണോ ഇനി ജെന്യൂൻ ആണോ ഇനി അങ്ങനെ അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞിട്ടുള്ള മോശവാക്കുകൾ അവിടെ ഇവിടെയും പോരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടി, ഒരു സുഹൃത്തെന്ന് പറഞ്ഞിരുന്ന് കാര്യം പറയുന്ന കാര്യങ്ങൾ അപ്പുറം ചെന്നിരുന്ന് പറയുന്ന ഗ്രൂപ്പ് കളിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അപ്പം നമ്മൾ സമയം കണ്ടെത്തി, നമ്മൾ സമയം ചെലവഴിച്ച്, നമ്മൾ പൈസ കൊടുത്ത് ഈ സാധനം റീചാർജ് ചെയ്ത് ഈ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടുന്നത്? എന്റർടൈനിങ് ആണ് വേണ്ടുന്നത്. അത് ആരാണോ തരുന്നത് അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഈ ബിഗ് ബോസിലേക്ക് കയറിപ്പോയി വിന്നർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നാട്ടിൽ ഭയങ്കര പേരായിരുന്നോ, ഭയങ്കര ക്വാളിറ്റി ആയിരുന്നോ? ഈ സാബുവൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര ശക്തമായിട്ട് അനീഷിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ബിഗ് ബോസിൽ പോയി വിന്നർ ആയിട്ടുള്ള ആൾക്കാർ നാട്ടില് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ അവരെങ്ങനായിരുന്നു, അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അവരെല്ലാരെയും നല്ല പിള്ളയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണോ അകത്തോട്ട് വിട്ടത്? അല്ല. എല്ലാണും തരികിടയും എല്ലാ കാര്യങ്ങളും എല്ലാം ഉടായ്പും കൊണ്ട് നടന്നിട്ടുള്ള ടീമുകളാണ് ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് കപ്പടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതൊന്നുമല്ല. അവിടെ ജെനുവിനോ അല്ലെങ്കിൽ ഫേക്കോ എന്നല്ല, ജനങ്ങൾ ആരാണോ എന്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നത് അവരെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അഖിൽ മാരാറിന്ന് കയറിപ്പോകുന്ന സമയത്ത് കട്ട നെഗറ്റീവായിട്ട് കയറിപ്പോയ വ്യക്തിയാണ്. പക്ഷെ പുള്ളി ജനങ്ങളെ കയ്യിലെടുക്കാൻ പുള്ളിക്കറിയാം, ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു. സാബു കയറിപ്പോയ സമയത്ത് കട്ട നെഗറ്റീവായിരുന്നു, ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ എത്ര വിന്നറായിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊരു എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ജെന്യൂനിറ്റി അതുപോലെ ഫേക്കും റിയലും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ അല്ല. ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുക.